ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. നിങ്ങളെല്ലാവരും ഇതിനകം അറിഞ്ഞു കാണും വയനാട്ടിലുണ്ടായ വലിയ ദുരന്തം. ഏതായാലും നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് സാധിക്കുന്നത് പ്രാർത്ഥിക്കുക. അവിടെ ഒത്തിരി പേര് ജീവനോട് മല്ലടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറെ പേര്, 100-ലധികം പേര് മരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ അവരുടെ കുടുംബത്തിനും അതുപോലെ തന്നെ ഇനി രക്ഷപ്പെടുത്താനും ഒരുപാട് പേരൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം അത് തന്നെയാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു സഹായം എന്ന് പറഞ്ഞാൽ, ഇപ്പം കുറെ അധികം ആളുകളൊക്കെ കൺട്രോൾ റൂമുകളൊക്കെ തുറന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടിയുള്ള വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ നമുക്കും വേണമെങ്കിൽ സഹായമായിട്ട് കൊടുക്കാം. അപ്പം എവിടെയെങ്കിലും ഇങ്ങനെ ആൾക്കാരൊക്കെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കൊണ്ടുപോകാനാണെന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് ചോദിക്കുകയാണെങ്കിൽ, അങ്ങനെ കളക്ട് ചെയ്യാൻ വരികയാണെങ്കിൽ നമുക്ക് ചെയ്യുന്ന സഹായം നമ്മൾ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും പ്രാർത്ഥിക്കുക. പിന്നെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. വെള്ളപ്പൊക്കം ഉള്ള സ്ഥലവും ഉരുള് പൊട്ടാൻ ചാൻസ് ഉള്ള സ്ഥലമൊക്കെ ഉള്ളവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദുരിതാശ്വാസ ക്യാമ്പുകൾ എല്ലാ ജില്ലകളിലും തന്നെ തുറന്നിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ടേക്കൊക്കെ മാറുക. അപ്പൊ ഏതായാലും നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അല്ലെ. അങ്ങനെ ഇന്ന് ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത് അമ്പലത്തിൽ നിൽക്കുന്ന ആ ഒരു സീനാണ്. അങ്ങനെ ഒരാൾ നോക്കിയപ്പോ ഇങ്ങനെ ഉരുണ്ട് പോവുകയാണ്. അപ്പം ശയനപ്രദക്ഷിണം നടത്തുന്നതാണ് ഒരാള്. പക്ഷെ അതിനു ചുറ്റും പൈസയും കൊണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. ഇത് കണ്ടപ്പം ഭാമ പറഞ്ഞു, എടി ചന്ദ്രേ, എനിക്ക് തോന്നുന്നത് ഇതേതോ വലിയ സ്വാമിയാന്നാ തോന്നുന്നത്. മിക്കവാറും നമുക്കും പോയി അവിടെ ചെന്നിട്ട് പൈസ കൊടുത്ത് തൊഴുത് അനുഗ്രഹം മേടിക്കാന്ന് പറഞ്ഞു. ഏതായാലും ചന്ദ്ര, സ്വാമി ആയിരിക്കുമോ? അതേടി സ്വാമി തന്നെ. അല്ലെങ്കിൽ പിന്നെ അമ്പലത്തിൽ ഇങ്ങനെ വന്ന് തൊഴാനൊക്കെ വേറെ ആരാണുള്ളത്? അതുകൊണ്ട് നമുക്ക് പോകാന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോകാൻ പ്ലാൻ ചെയ്ത് നിൽക്കുകയാണ്. അത് ഫൈനാൻസർ ആണെന്ന് നമ്മുടെ ചന്ദ്രയ്ക്കോ അതുപോലെ തന്നെ ഭാമയ്ക്കോ അറിയില്ല. ഇതേ സമയം സച്ചിയും രേവതിയും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ സച്ചിയും രേവതിയും അമ്പലത്തിൽ വന്ന് ഇറങ്ങുന്നു. ഇതേ സമയം വീണ്ടും കാണിക്കുന്നത് സുധീനയും ശ്രുതീനയാണ്. അപ്പൊ അവർ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി വന്നാണ്. പക്ഷെ അവർ അമ്പലത്തിൽ തൊഴുന്നൊന്നുമില്ല. രണ്ടുപേരും കൂടെ സല്ലപിച്ച് നടക്കുകയാണ്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. വിവാഹം കഴിഞ്ഞ ഉടനെ സല്ലപിച്ചൊക്കെ നടക്കും. അങ്ങനെ നമ്മുടെ ശ്രുതിയോട് ശ്രുതി പറഞ്ഞു, അതെ നമുക്ക് അമ്പലത്തിൽ തൊഴുത് പ്രാർത്ഥിച്ചിട്ടൊക്കെ കഴിഞ്ഞിട്ട് ഒരു സിനിമ കാണാൻ പോയാലോ, ബീച്ചിലേക്കൊക്കെ പോയാലോ എന്ന് ചോദിച്ചപ്പം, അയ്യോ അത് ശരിയല്ല, കാരണം വിവാഹം കഴിഞ്ഞ് ഒരു ദിവസം ആയതല്ലേ ഉള്ളൂ. അതിനു മുമ്പ് നമ്മൾ അവിടെ ഇവിടെയും കറങ്ങാൻ പോകുക എന്നൊക്കെ പറഞ്ഞാൽ അത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. അതുമല്ല, അത് മര്യാദയല്ലല്ലോ സുധി, നമുക്ക് വേറൊരു ദിവസം പോകാം. അതുമല്ല, നമ്മള് അമ്പലത്തിൽ നിന്ന് നേരെ വീട്ടിലേക്കാ ചെല്ലേണ്ടത്. ഇവിടുന്ന് നേരെ ബീച്ചിലൊക്കെ കറങ്ങാൻ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. നമുക്ക് വേറൊരു ദിവസം പോവാലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സുധീനെ സമാധാനപ്പെടുത്തുന്ന ഒരു രംഗവും കാണിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ കാണിക്കുന്നത് ആ ഫൈനാൻസർ ഇങ്ങനെ ഉരുണ്ട് പോവുകയാണ്. ഉരുണ്ട് പോവുകയല്ല കേട്ടോ, ശയനപ്രദക്ഷിണം നടത്തുകയാണ്. അങ്ങനെ സച്ചി രേവതിയും വന്ന് ഇറങ്ങി. അങ്ങനെ രേവതിയോട് പറഞ്ഞു, ഈ പൈസ നീ അയാളുടെ കൈ കൊണ്ടു കൊടുക്കണം, അയാളാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ രേവതിക്ക് ഒരു പേടി. അതെ, എനിക്ക് പേടിയാവുക. ഇനിയിപ്പൊ അയാൾ എന്തെങ്കിലും പറയൂ എല്ലാവരുടെയും മുമ്പിൽ വെച്ച്. നിനക്ക് പറ്റത്തില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ വേറെ ആരെങ്കിലും ഏൽപ്പിക്കാം. വേറെ ആരെങ്കിലും ഏൽപ്പിക്കാന്നോ? ഞാനല്ലേ നിങ്ങളുടെ ഭാര്യ, ഞാനല്ലേ കൊണ്ടു കൊടുക്കേണ്ടത്? അതല്ലേടി ഞാൻ പറഞ്ഞത്, രേവതി നിന്നോട് കൊണ്ടു കൊടുക്കാന്. നീ പേടിക്കൊന്നും വേണ്ട. ഞാൻ എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് 2-3 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. വേറെ എവിടെയോ വലിയൊരു ഓട്ടം പോയേക്കാന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഏതായാലും രേവതിക്ക് പേടിയൊക്കെ ഉണ്ട്. എങ്കിലും ഭർത്താവ് ആദ്യമായിട്ട് ആവശ്യപ്പെട്ടൊരു കാര്യമല്ലേ, ചെയ്തില്ലെങ്കിൽ ശരിയാവുമല്ലോ. അതുമല്ല, ഇനിയിപ്പം താനിത് ചെയ്തില്ലെങ്കിൽ വേറെ വല്ല പെണ്ണുങ്ങളെ കൊണ്ടും ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ തീർന്നില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ രേവതി അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി തുടങ്ങാണ്. അങ്ങനെ നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി തുടങ്ങുന്നു. ഇതേ സമയം നമ്മുടെ ചന്ദ്രയും ഭാമയും കൂടെ ഫൈനാൻസറിന്റെ അടുത്തെത്തി. ഏതായാലും ഫൈനാൻസറിന്റെ അടുത്ത് എത്തിയിട്ട് നേരെ അയാളെ ഇങ്ങനെ ഉരുട്ടാൻ വേണ്ടി, ഇങ്ങനെ ശയനപ്രദക്ഷിണം വെക്കൽ ഇങ്ങനെ കുനിഞ്ഞു ഉരുട്ടാൻ വേണ്ടി, ഇങ്ങനെ തള്ളി വിടാൻ വേണ്ടി കുനിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അയാള് കറക്റ്റ് നോക്കിയതും ചന്ദ്രനെ കണ്ട്. ഭാമ അപ്പൊ അവിടെ ചെന്നിട്ടില്ല കേട്ടോ, ചന്ദ്രയാണ് ഉരുട്ടാൻ തുടങ്ങിയത്. ചന്ദ്രനെ കണ്ടതും അയാൾ പെട്ടെന്ന് എണീറ്റു. ചന്ദ്രയുടെ ജീവനും പോയി ജീവിതവും പോയി എന്ന് കൂട്ടിക്കൊണ്ടാ മതി. ചന്ദ്ര ഒറ്റ ഓട്ടമായിരുന്നു കേട്ടോ. അപ്പൊ ഇയാളിത് നിക്കെന്ന് പറയുന്നുണ്ട്. അതൊന്നും കൂട്ടാക്കുന്നില്ല. പുറകെ ഓടി, ഇയാളും പുറകെ ഓടി. അപ്പൊ ഇയാള് പുറകെ ഓടി ചെല്ലുന്നതിന് മുമ്പ് ചന്ദ്ര അങ്ങ് പോയി. അപ്പം ഭാമ അവിടെ നിൽപ്പുണ്ട്. അപ്പം ഭാമ ഇയാൾ ഓടുന്നത് കണ്ടിട്ട് ഭാമ പേടിച്ച് വരച്ച് നിൽക്കുകയാണ്. അപ്പൊ ഇയാൾ വന്നിട്ട് പറഞ്ഞു, അല്ല ആ സ്ത്രീ അന്ന് ഞങ്ങളുടെ അവിടെ കൊണ്ടുപോയി ആധാരം പണയം വെച്ച സ്ത്രീയല്ലേ? കൊള്ളാലോ. അല്ല 2 മാസത്തെ പലിശ തരാൻ കിടക്കുന്നത് അറിയാമോ നിങ്ങൾക്ക്?
ദേ ഭാമയും കൂടെ പറഞ്ഞിട്ടാ ഞാൻ ആ സ്ത്രീക്ക് പൈസ കൊടുത്തത്. പലിശ 2 മാസത്തെ കൂട്ടി 2 ലക്ഷം രൂപ തരാനുണ്ടെന്ന് പറഞ്ഞപ്പം അയ്യോ അത് പിന്നെ തരാം, ഇപ്പം ദേവി ചെയ്ത് പ്രശ്നം ഉണ്ടാക്കരുതെന്നോ? പ്രശ്നം ഉണ്ടാക്കിക്കാം. ഞാനിപ്പൊ പ്രശ്നം ഉണ്ടാക്കും. കാരണമേ ഞാനേ വെറുതെ ഉണ്ടാക്കുന്ന പൈസയല്ല, ഇങ്ങനെ വെറുതെ എല്ലാവർക്കും കൊടുക്കാറ്. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാ. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയിരിക്കണം പലിശ എന്ന് പറയുകയാണ്. അപ്പൊ ഇതേ സമയം നമ്മുടെ രവീന്ദ്രൻ അമ്പലത്തിലേക്ക് വന്നായിരുന്നു. അപ്പൊ രവീന്ദ്രൻ അമ്പലത്തിലേക്ക് വന്നതുകൊണ്ട് തന്നെ ആകെപ്പാടെ പ്രശ്നമാകും നമ്മുടെ ചന്ദ്രയോട് പൈസ ചോദിക്കാൻ വേണ്ടി ഇയാൾ ചെന്ന് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഭാമ ഒരു കാര്യം പറയുക, അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, അവരുടെ വീട്ടിലറിയാതെയാ അവർ കൊണ്ട് പ്രമാണം പണയം വെച്ചത്. വീട്ടിലറിയാതെയോ? എന്താ ഭാമി നീ പറയുന്നത്? അതെ, വീട്ടിലാരും അറിയാതെയാ പ്രമാണം കൊണ്ട് പണയം വെച്ചത്. ഓഹോ, വീട്ടിലാരും അറിയാതെ പ്രമാണം കൊണ്ട് പണയം വെച്ചല്ലേ? എങ്കിൽ പിന്നെ അറിഞ്ഞിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ് ചന്ദ്രയുടെ അടുത്തേക്ക് ചെന്നു. അപ്പം ഇതിന്റെ പുറകെ ഭാമയും പോയിട്ടോ. അങ്ങനെ ചന്ദ്ര പേടിച്ചു വരച്ച് നിൽക്കുക. പ്ലീസ് എന്നെ ഒന്നും പറയരുത്, ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇച്ചിരി താമസിച്ചു പോയെന്നൊക്കെ പറഞ്ഞപ്പോ ഒരു കല്യാണമാണെങ്കിലും മരണമാണെങ്കിലും എനിക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല. പലിശ കറക്റ്റ് എനിക്ക് കിട്ടിയിരിക്കണം. ഇനിയിപ്പം പലിശ മാത്രമല്ല മുതലും കൂടെ കൊണ്ടുവെക്കണം. വീട്ടുകാരറിയാതെ പ്രമാണം എടുത്ത് പണയം വെക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇനിയിപ്പൊ അവര് ചോദിച്ചു വന്ന് ഞാനത് അവിടെ നിന്ന് എടുത്തു കൊടുക്കും. അവർക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞ് അവര് കൈമലത്തും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് എന്റെ പൈസ കിട്ടിയേ പറ്റത്തുള്ളൂ. 3 ദിവസത്തിനുള്ളിൽ എന്റെ പൈസ എനിക്ക് കൊണ്ടു തരണം എന്ന് പറഞ്ഞു. ഏതായാലും പൈസ കൊണ്ടു തരണം എന്ന് പറഞ്ഞിട്ട് ഇയാള് നേരെ പോയിട്ടോ. അല്ലെങ്കിൽ പിന്നെ അയാൾ പറഞ്ഞു വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചോണ്ട് വരണമെന്ന്. അപ്പൊ ഇയാള് നേരെ വീണ്ടും ഇങ്ങനെ ശകല പ്രദക്ഷിണം വെക്കാൻ പോയി. ചന്ദ്രയും ഭാമയും പേടിച്ചു. അങ്ങനെ ഭാമയോട് ചന്ദ്ര ചോദിച്ചു, നീ എന്തിനാടി പറഞ്ഞത്? ആരും അറിയാതെയാ തന്നതെന്ന്. നീ അങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? പിന്നെ രക്ഷപ്പെടാൻ വേണ്ടി വേറെ ഒരു വഴിയില്ല ചന്ദ്രേ. അപ്പൊ എനിക്ക് അതല്ലേ പറയാൻ പറ്റത്തുള്ളായിരുന്നു. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്ന് പറയുമ്പം ഇത് നീ മുമ്പേ ചെയ്തപ്പോ ആലോചിക്കണമായിരുന്നു എന്ന് ചന്ദ്രയല്ല ഭാമി ഇങ്ങനെ പറഞ്ഞപ്പോ, എന്താ ഭാമി നീ പറഞ്ഞത്? ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റിരിക്കുന്നത്? എല്ലാം നീ തന്നെയല്ലേ വലിച്ചു വെച്ചത്, നീ തന്നെ അനുഭവിക്കുക. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? ഇപ്പൊ തർക്കിച്ചിട്ട് നിന്നിട്ട് ഒരു കാര്യമില്ല ചന്ദ്രേ. എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം, അല്ലെങ്കിൽ പിന്നെ നിന്റെ കാര്യം പോക്കാവും. അയാൾ വീട്ടിലേക്ക് അങ്ങനെ വന്ന തീർന്നേന്ന് പറഞ്ഞു. ഏതായാലും ചന്ദ്രയ്ക്ക് അവിടെ പേടി തുടങ്ങി, ചന്ദ്രയ്ക്ക് ശ്വാസം നിലച്ചു തുടങ്ങി എന്ന് വേണം പറയാൻ. ഇതേ സമയം ഇയാൾ വീണ്ടും ഉരുണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ രേവതി വരികയാണ്. അപ്പൊ രേവതി വന്ന് പതുക്കെ പേടിച്ച് വരച്ചാണ് വരുന്നത്. അപ്പൊ രേവതി വന്നിട്ട് ഇങ്ങനെ പലിശ പൈസ കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക്, അല്ല നിങ്ങൾ ആരാ? ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾ എനിക്ക് പൈസ തരാനുണ്ടോ? അത് പിന്നെ എന്റെ ഭർത്താവ് നിങ്ങൾക്ക് പൈസ തരാനുണ്ട്. ഭർത്താവിന്റെ പേരെന്താ? സച്ചിയാണ് നിങ്ങളുടെ ഒരു കാറ് വാടകയ്ക്ക് എടുത്ത് ഓടിക്കണമെന്ന് പറഞ്ഞപ്പോ ഓഹോ മനസ്സിലായി, ആ സച്ചി. അല്ല സച്ചി എന്തി? സച്ചിനെ കണ്ടില്ലല്ലോ. അതെ, അദ്ദേഹം ഇവിടെ ഇല്ല. അദ്ദേഹം കുറച്ച് ദിവസമായിട്ട് ഒരു ഓട്ടത്തിന് പോയേക്കുക. അപ്പം പൈസ കൂടുതലില്ല, ഫുള്ളില്ല, കുറച്ച് പൈസയുടെ കുറവുണ്ട്. അപ്പൊ ഇത് തരാൻ പറഞ്ഞു എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഇയാള് കുഴപ്പമില്ല, ഏതായാലും സച്ചി വരുമ്പോ അങ്ങോട്ടേക്ക് വരാൻ പറയാം. പിന്നെ സച്ചിനെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് പേടിയൊന്നുമില്ല, അവൻ കറക്റ്റ് പൈസ കൊണ്ട് തരുന്ന, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊന്നും പേടിയില്ലെന്ന് പറഞ്ഞു. അപ്പൊ രേവതി ഇങ്ങനെ പതുക്കെ സച്ചിനെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇയാൾക്ക് ഒരു സംശയം. ഇയാൾ ഇങ്ങനെ നോക്കുന്ന സ്ഥലത്തേക്ക് തന്നെ നോക്കിയപ്പോഴത്തേക്ക് സച്ചി അവിടെ നിന്ന് ഇങ്ങനെ ഒളിഞ്ഞിങ്ങനെ നോക്കുകയാണ്. സച്ചിനെ കണ്ടത് അതല്ലേ സച്ചിന്ന് ഇയാൾ ചോദിച്ചു. ഏതായാലും ഇയാൾ സച്ചിനെ കൈയോടുകൂടി പൊക്കി കേട്ടോ. അങ്ങനെ ഇനിയിപ്പൊ കണ്ടു, മുമ്പിൽ വരാതെ രക്ഷയില്ലെന്ന് സച്ചിക്ക് മനസ്സിലായി. അങ്ങനെ സച്ചി മുമ്പിലേക്ക് വരികയാണ് കേട്ടോ. അങ്ങനെ സച്ചി മുമ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പം, എടാ നീ എന്തിനാടോ ഒളിച്ചു നിന്നത്? അല്ല നീ കെട്ടിയോളുടെ കയ്യിൽ പൈസ കൊടുത്തിട്ട് ഒളിച്ചു നിൽക്കേണ്ട കാര്യം നിനക്കുണ്ടായിരുന്നോ? അത് പിന്നെ സാർ, അത് ഞാൻ എല്ലാ പ്രാവശ്യവും പൈസ കറക്റ്റ് ആയിട്ട് തരുന്നതല്ലേ, അതുകൊണ്ട് ഈ പ്രാവശ്യം കുറച്ച് പൈസ കുറഞ്ഞു പോയി, അതുകൊണ്ടാ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ഭാമയും ചന്ദ്രയെ നോക്കിയപ്പോഴത്തേക്ക് ഈ ഫൈനാൻസറുടെ മുമ്പിൽ സച്ചിൻ രേവതി നിൽക്കുന്നു. ഞെട്ടിപ്പോയി ചന്ദ്ര. എന്റെ ഭാമയെ നോക്കിടി, ആരാ അവിടെ നിന്ന് വർത്താനം പറയുന്നത്? സച്ചിയല്ലേ? ഇനിയിപ്പൊ എന്റെ ഈശ്വര എല്ലാം അറിഞ്ഞിട്ടാണോ ഇവൻ വന്ന് ഇയാളോട് വർത്താനം പറയുന്നത്? അയാൾ ഇനി എല്ലാം പറഞ്ഞു കാണുമോടി ഭാമയെന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് വെപ്രാളപ്പെടാനും തുടങ്ങി. അപ്പം ഭാമ പറഞ്ഞു, നീ സമാധാനമായിട്ടിരിക്കുക, ചിലപ്പോ സച്ചി അയാളുടെ കയ്യിൽ നിന്ന് പണം വല്ലതും മേടിച്ചു കാണും, അതുകൊണ്ടായിരിക്കും. അയ്യോ അങ്ങനെ ആയാൽ മതിയായിരുന്നു, എനിക്ക് പേടിയാവുക. ഇനിയിപ്പം അവനെങ്ങാണോ അറിഞ്ഞാലേ എന്റെ വീടവന് 2 അല്ല 4 പിളർക്കും. ഇനി അവൻ അതും മതി, അതും പറഞ്ഞ് എന്റെ സൗകര്യം കെടുത്തും, എന്നെ വീട്ടിൽ നിന്ന് വേണമെങ്കിൽ ഇറക്കി വരെ വിടും. ഭാമേ, എന്താ ഭാമേ ചെയ്യേണ്ടത്? ഞാനൊരു കാര്യം പറയാം, മിണ്ടാതെ അവിടെ ഇരുന്നോണം. ഇനിയിപ്പൊ എന്ത് ചെയ്യുന്ന എനിക്കറിയത്തില്ല, ഞാൻ പേടിച്ചു വരച്ച് നിൽക്കാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇവര് പേടിച്ചു വരച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ്
രവീന്ദ്രൻ വരുന്നു. അപ്പൊ രവീന്ദ്രൻ വന്നു കഴിഞ്ഞ ഉടനെ എന്ത് പറ്റി രണ്ടുപേരും കൂടി ഇവിടെ മാറി നിൽക്കുന്നതല്ല, മക്കൾ എന്തി അവരെ കണ്ടില്ലല്ലോ പറഞ്ഞപ്പം ഒന്നുമില്ല, ഞങ്ങൾ ഇവിടെ ചുമ്മാ വന്നൊന്ന് സംസാരിക്കായിരുന്നു എന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ വാ തൊഴാൻ പോവാന്ന് പറഞ്ഞ് ഇവരെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെ ശ്രുതിയും കൂടെ തൊഴുതോണ്ടിരിക്കുന്നു. ഇവരങ്ങോട്ട് തൊഴാൻ വേണ്ടി ചെല്ലുകയാണ്. അപ്പൊ ഇതേ സമയം കാണിക്കുന്നത് നമ്മുടെ സച്ചിനെ രേവതിനെയാണ്. അങ്ങനെ നമ്മുടെ സച്ചി ആണെങ്കിൽ നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്, നിനക്ക് കള്ളത്തരം ഒളിപ്പിക്കാൻ നിനക്ക് അറിയത്തില്ല, നീ എന്തിനാ അങ്ങനെ കണ്ണുവെച്ചൊക്കെ നോക്കിയത്, അതുകൊണ്ടല്ലേ അയാൾ കണ്ടുപിടിച്ചതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു അതിനിപ്പോ എന്താ ഉണ്ടായത് അയാളൊന്നും പറഞ്ഞില്ലല്ലോ, പൈസ വേണമെന്നൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ, എങ്കിലും ഞാൻ കള്ളം പറഞ്ഞൊരു അവസ്ഥയായി പോയില്ലേ. ഇതാ പറയുന്നത് കള്ളം പറയരുതെന്ന്. ഒരു കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒളിപ്പിക്കാൻ വേണ്ടി നമ്മൾ 100 കള്ളം പറയേണ്ടി വരും. ഞാൻ ഇതുവരെ കള്ളം പറഞ്ഞൊന്നും പഠിച്ചിട്ടില്ല. എങ്കിലും സാരമില്ല, അയാൾ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി സച്ചി അങ്ങനെ നിൽക്കുന്നു. ഏതായാലും ഇവിടെ തൊഴുതോണ്ടിരിക്കുകയാണ് കേട്ടോ. തൊഴാൻ വേണ്ടി ഭാമയുണ്ട്, ചന്ദ്രയുണ്ട്, ശ്രുതിയുണ്ട്, അതുപോലെ തന്നെ രവീന്ദ്രനും ഉണ്ട്. അപ്പം തൊഴുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ഭാമയ്ക്കാണ് ഏറ്റവും കൂടുതൽ പേടി. കാരണം ഭാമ ഇതിന്റെ കൂടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാമയ്ക്കും അത് വല്ലാത്ത ദോഷം തന്നെയാണ്. അതുമല്ല, അയാൾ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞായിരുന്നു ഭാമയാണ് പൈസ മേടിച്ചത്, അതുകൊണ്ട് ഭാമയുടെ ആ ഒരു ഗ്യാരണ്ടർ ആയിട്ട് നിന്നത് ഭാമയാണ്, അതുകൊണ്ട് ഭാമ ഇതിന് പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നും അയാൾ പറഞ്ഞായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആകെപ്പാടെ പേടിച്ചു വിറച്ചൊരവസ്ഥയായി പോയി നമ്മുടെ ഭാമയ്ക്ക്. അങ്ങനെ ഭാമ ഇങ്ങനെ നിന്ന് വിറച്ച് തുള്ളിക്കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം പെട്ടെന്നാണെങ്കിൽ രവീന്ദ്രൻ ചോദിച്ചു ഇതെന്ത് പറ്റി ഭാമ ഇങ്ങനെ നിന്ന് വിറയ്ക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അതെ അവളുടെ മേത്തെ എനിക്ക് തോന്നുന്നു അവളുടെ മേത്ത് ദേവി കയറിയതായിരിക്കും, അതാ അവള് നിന്ന് വിറയ്ക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ നിന്ന് വിറയ്ക്കുക, പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. കാരണം ഭാമ തന്നെയാണ് താമസിക്കുന്നത്. ഭാമ ഗ്യാരണ്ടറായിട്ട് നിൽക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാമയ്ക്ക് ഒരു മക്കളൊക്കെ ഉള്ളതാണല്ലോ. അപ്പൊ ഇവരൊക്കെ അറിഞ്ഞാലും വലിയ പ്രശ്നമാവുമല്ലോ, ആ ഒരു പേടിയാണ് ഭാമയ്ക്കുള്ളത്. അങ്ങനെ ഒരു തരത്തിലാണ് അവർ അമ്പലത്തിൽ നിന്ന് പോകുന്നത്. സച്ചിയാണെ രേവതിനെ കൊണ്ട് വീട്ടിലും ആക്കിട്ടോ, ഇതിനകം തന്നെ വീട്ടിലും കൊണ്ടുവിട്ടു. ഇത് കഴിഞ്ഞുള്ള സീനാണ് പ്രധാനപ്പെട്ട സീന്. അത് നാളെ കയറി വരുവോ ഇല്ലയോ എന്നറിയില്ല, ചിലപ്പോൾ നമ്മളെ പറ്റിക്കാനും ചാൻസ് ഉണ്ട്. ഏതായാലും ഞാൻ പറയാം. നമ്മുടെ സച്ചിയും സച്ചിയുടെ കൂട്ടുകാരനുണ്ടല്ലോ, അന്ന് കാർ ഓടിച്ചുകൊണ്ടിരുന്ന കൂട്ടുകാരൻ, ഇവര് നാട്ടിന് പോയപ്പം മുത്തശ്ശിയുടെ അച്ഛമ്മയുടെ അടുത്ത് പോയപ്പം ആ കൂട്ടുകാരനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് അന്ന് കഞ്ചാവ് വെക്കാൻ വേണ്ടി 2 പേര് വന്നില്ലായിരുന്നു നമ്മുടെ സച്ചിയുടെ കാറില്. അവര് 2 പേരെ നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരൻ കണ്ടതും എടാ സച്ചി ദേടാ അത് ആരാണെന്ന് നോക്കിയേ, അന്ന് നിന്റെ കാറിൽ കഞ്ചാവ് വെച്ചില്ലേ, അത് ഇവര് 2 പേരും വന്ന് പറഞ്ഞു. നമ്മുടെ സച്ചി സഹിക്കുവോ? സച്ചി അത് നോക്കി നടക്കുകയല്ലായിരുന്നോ? സച്ചിക്ക് കാലി വന്നിട്ട് സച്ചി ഓടിച്ചാടി അവരെ ചെന്ന് പിടിച്ചു. ഒരു വിധത്തിൽ പിടിച്ചു 2-3 പൊട്ടിയിലും വെച്ചു കൊടുത്തു. പൊട്ടിയിട്ട് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു ആര് പറഞ്ഞിട്ടാന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞോണോ ആര് പറഞ്ഞിട്ടാണ് കാറിനകത്ത് കഞ്ചാവ് വെച്ചതെന്ന് എനിക്ക് ഇപ്പൊ അറിയണമെന്ന് പറഞ്ഞു. അപ്പൊ അവര് ആദ്യം പറഞ്ഞു അയ്യോ സാർ എനിക്ക് അറിയില്ല സാർ, ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് സാർ, അത് ആരാണെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ ആളാണ് സാർ, ഞങ്ങളുടെ മുമ്പിൽ വേറൊരാളും അതിന്റെ മുമ്പിൽ വേറൊരാളും ഉണ്ട്, അതിന്റെ ഇടയിൽ ആരാ നിന്ന് കളിച്ചതെന്നൊന്നും അറിയില്ല സാർ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച് സച്ചി വിട്ടു കൊടുക്കുമോ? സച്ചി അങ്ങോട്ട് പോതിരൻ അങ്ങോട്ട് കൂമ്പ് വെച്ച് ഇടിച്ചു വാട്ടാൻ നോക്കിയില്ലേ. അപ്പോഴത്തേക്കും തന്നെ അവർ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു ഗജാനന്ദൻ തന്നെയാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്ന്. ഇതറിഞ്ഞതും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് നമ്മുടെ സച്ചി. ഏതായാലും ഈ സീനിലേക്ക് നാളെ കടക്കുമോന്നറിയില്ല, നമുക്ക് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു ഈ സീൻ നാളെ കാണിക്കോ ഇല്ലയോ എന്നൊക്കെ. ഇതിലും അടിപൊളി വിശേഷം തന്നെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇനി നമ്മുടെ ഗജാനന്ദനിട്ടൊരു പൂശു നമ്മുടെ സച്ചി. കാരണം വേറൊന്നുമല്ല, ഗജാനന്ദൻ കാരണം വാടകയ്ക്ക് കാർ എടുത്തിരിക്കുന്നു, തന്റെ കാറ് നഷ്ടമായിരിക്കുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ സച്ചിക്ക് ഇനിയും കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരാനുണ്ട്. സച്ചി ഒന്നും കൂടി പോലീസ് സ്റ്റേഷനിലൊക്കെ കയറി ഇറങ്ങുകയാണ്. അതും ഏതായാലും നമ്മുടെ രേവതിയുടെ മുതുകത്ത് കൊണ്ടുപോയി ചന്ദ്ര വെക്കും, അത് 100% ഉറപ്പാണല്ലോ. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് നാളത്തെ വിശേഷം വരാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കാണുക. നാളെ രാവിലെ 6:30 തന്നെ നമ്മൾ ഫുൾ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും. ഇത് കഴിയുമ്പം നമ്മുടെ ഗൗതമിന്റെയും നന്ദയുടെയും നാളത്തെ പ്രമോ വിശേഷവും ഉണ്ട്. അതുപോലെ തന്നെ എല്ലാവരുടെയും സഹകരണത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടും ഒക്കെ വേണം. പിന്നെ ആദ്യം പറഞ്ഞത് തന്നെയാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. പിന്നെ ആ ദുരന്ത ഭൂമിയിൽ വലിയൊരു ദുരന്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം പ്രാർത്ഥിക്കുക എന്നതാണ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക.
എല്ലാ കുടുംബങ്ങൾക്കും താങ്ങാൻ കഴിയട്ടെ അതൊക്കെ എന്നൊക്കെ. കാരണം ഒരു കുടുംബത്തിൽ ഇപ്പം 4 പേരുണ്ടെങ്കിൽ 3 പേര് മരണപ്പെട്ടു, ഒരാൾ ജീവിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും താങ്ങാൻ പറ്റുന്ന കാര്യമല്ല, നമുക്ക് ഓർക്കാൻ കൂടി പറ്റുന്ന കാര്യമല്ല. അപ്പൊ അത്രയ്ക്കും ഒരു വലിയൊരു ദുരന്തം ഉണ്ടായി. അവർക്കൊക്കെ എല്ലാം സഹിക്കാനും താങ്ങാനും ഉള്ള മനസ്സ് കൊടുക്കട്ടെ. ഹോസ്പിറ്റലിലൊക്കെ കഴിയുന്നവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരും തിരിച്ച് ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. അവരൊക്കെ സ്വരുക്കൂട്ടി വെച്ച എത്ര എന്താ പറയുക, അവർക്കൊക്കെ ഇനി എന്താണുള്ളത്? ഇട്ടിരുന്ന വസ്ത്രം കൊണ്ടും മാത്രം ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരുടെ കാര്യം ഞാൻ പറയുന്നത്, ഇട്ടിരിക്കുന്ന വസ്ത്രം കൊണ്ട് മാത്രം അവർ ജീവനും കൊണ്ട് ഓടിയവരാണ്. ബാക്കിയെല്ലാം ഉപേക്ഷിച്ച് അവർ ഇനി സ്വരുക്കൂട്ടി എടുക്കാന്നൊക്കെ പറയുമ്പോഴത്തേക്കും വളരെ വിഷമകരമായ കാര്യം തന്നെയാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വാർത്ത കൂടുതൽ കാണാൻ ശ്രമിച്ചിട്ടില്ല. കാരണം ആ വാർത്ത കണ്ടു കഴിയുമ്പോൾ നമ്മുടെ കണ്ണ് നനഞ്ഞു പോകും കേട്ടോ. കാരണം ഓരോ വാർത്തകൾ വരുന്തോറും നമ്മുടെ കണ്ണ് നനഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ പരമാവധി ഞാൻ എൻ്റെ മക്കളെയും കാണിച്ചിട്ടില്ല ആ ഒരു വാർത്ത ഇതുവരെ. കാരണം പേടിയൊക്കെ ആവൂല മക്കൾക്കും എന്നൊക്കെ കരുതിയിട്ട് ഞാൻ പിന്നെ ഇടയ്ക്ക് ഈ ഫേസ്ബുക്കും ഒക്കെ ഇങ്ങനെ നോക്കുമ്പോഴാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു. ടാറ്റ, ബൈ ബൈ.